നമ്മളെ വണ്ടി എടുത്ത് ഇവിടുന്ന് നേരെ ഷെഡ് കറക്കിയിട്ടാണ്. ഇവിടെ ഒക്കെ സ്റ്റിക്കർ പറിച്ചത്. നമ്മളെ പാരീസിൽ നിന്ന് സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കണം. ഏതാ പോക്ക്? കാറ് കൊണ്ടോണോ അതിലെ ചെക്കൻ കൊണ്ടോണേ? ഈ സാധനം വരാണ്ട് ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇരിക്കണ ക്യാബിൻ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാരീസിന്റെ ചെക്കൻ്റെ ക്യാബിനിലാണ് നമ്മളിപ്പോൾ ഇരിക്കണത്. നമ്മളിന്നൊരു പെയിന്റിങ്ങിന് വന്നാണ്. പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ്റെ ചെറിയൊരു ടച്ചിങ്ങും പോളിഷിങ്ങും ഒക്കെ ആയിക്കൊണ്ട് നമ്മളങ്ങനെ പെയിന്റിങ് ബൂത്തൊക്കെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ ഇതാ നമ്മളെ അകമ്പാടം, നിലമ്പൂർ അകമ്പാട റോട്ടിലാണ് നമ്മളിതാ ഈ കാണുന്ന പെയിന്റിങ് ബൂത്തൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ആരൊക്കെ വെച്ചാൽ നമ്മളെ ആരിഫും ഉണ്ട്, ചിക്കും ഉണ്ട്. അതുപോലെ അവിടെ ചെറിയൊരു പണി വർക്ക് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ്. മിററിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതിൽ പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ വികാരമായ സ്റ്റാറിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അതുകൊണ്ടല്ലേ നമ്മളെ അകമ്പാടം നിലമ്പൂർ റോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാ നമ്മളെ വണ്ടി, ഇതാ പാരീസിൻ്റെ ചെക്കനിതാ ഇവിടെ പോലെ ചെറിയ പണിയിലാണ്. ആരിഫും ചിക്കും വേണമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ നമ്മളതാ പെയിൻ്റ് അടിക്കേണ്ട ഭാഗത്ത് നമ്മൾ ആശാന ഫുള്ള് അതായത് സ്റ്റിക്കറൊക്കെ ചരണ്ടി കളയാണ്. ചിക്കുവോ, എൻ്റെ സ്റ്റിക്കർ പോയിട്ടാ? ചിക്കുവിൻ്റെ സ്റ്റിക്കറൊക്കെ ഫുള്ള് ചിക്കുവിൻ്റെ ഡിസൈനായി ഫുള്ള് കളണതാണ്ടല്ലേ. ഇതൊക്കെ പോലെ കൊണ്ടുപോയി തട്ടിച്ചതാ. ഇതൊക്കെ ഇനി പെയിൻ്റ് അടിച്ച് മാറ്റണം. അങ്ങനെ അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ബൂത്തൊക്കെ വന്നിക്കാണ്. അങ്ങനെ എല്ലാ സ്റ്റിക്കറും മുകളിലത്തൊന്നും കളയില്ല. ഈ അടി കാണുന്ന സ്റ്റിക്കർ മൊത്തം ചരണ്ടി കളയണം. പിന്നെ ഫുള്ള് ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് എരപ്പാല് ഫുള്ള് സ്റ്റിക്കറൊക്കെ പോയി. അല്ല ചിക്കോ, ഇത് ആരും അടിച്ചാ? ഇത് മുതലാളിന്റെ കലാവിരുദ്ധാണ്. മുതലാളി അടിച്ചാ? അപ്പൊ ഇത് ഫുള്ള് മുതലാളി അടിച്ചാ? എടാ ഞാൻ ലീവാക്കിയ വണ്ടി തട്ടിച്ചു. ഇത് മുതലാളി, ഇത് മുതലാളി. ഫ്രണ്ട് മൊത്തമായിട്ട് നമ്മൾ ഇൻഷൂറിൽ പോയിട്ടില്ലേ? എന്തായാലും നമ്മളിങ്ങനെ വേറെ സ്റ്റിക്കർ അടിച്ചൂലേ? ഈ സാധനം വരാണ്ട് അത് കണ്ടോളി. അത് കണ്ടു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു അടിച്ച പൊളിച്ച സാധനം വരാണ്ട്. എന്താണ് പവറൊക്കെ? നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മളെ ഹസ്ബൻഡിന്റെ വണ്ടിമ്മ കണ്ടില്ലേ ക്ലീനറിന്റെ ഫോട്ടോ കൊടുത്താണ്ട്? അതൊന്നും ഞങ്ങൾ അറിയില്ല. അതേമാതിരി ഓന്റെ ഫോട്ടോ കൊടുത്താലോ? അതൊക്കെ വരും, അതൊക്കെ വരും. കണ്ടോളി ഒരു സാധനം വരാണ്ട്. നമ്മളെ ചിക്കോ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഒന്നും കൂടി അടുപ്പിച്ചിടണം. ഇവിടെ നിന്ന് RTOന്റെ ടെസ്റ്റ് ഉണ്ട്. വണ്ടിന് കുറച്ചും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഫുള്ളങ്ങനെ നടത്താം. ഇവിടെ പൊന്തിയതും താന്നതൊക്കെ കാണിച്ചു കൊടുക്കണം. അൻസിഫ വരുന്നു. രാവിലെ നേരത്തെ വരാന്ന് പറഞ്ഞ ആൾക്കാരാണ്. വരുന്ന സമയം കണ്ടില്ലേ? ആ ചിക്കൊക്കെ ഇവിടെ സുബൈക്ക് നീച്ചു നിക്കണ്. മതി, ഇപ്പൊ റോട്ടുമ്പോ ഇറങ്ങിക്കണ്, കട്ടമ്മ കയറി. ഇനി മാറ്റണോ? ഇവിടെ ചെറിയ കുറ്റിണ്ട് ട്ടോ. അത് മതി, സെറ്റായി. ഞാൻ RTO ഒന്നും പറയില്ല. ഞാൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് എന്താ പെയിന്റിങ് ബൂത്ത് അതാണ് അവിടെ കാണുക. റബ്ബറിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. കണ്ടില്ല, എല്ലാവരും ഇരുന്നാണ്ട് പണിയിലാണ്. ഒക്കെ സ്റ്റിക്കർ പറിച്ച നമ്മൾ പാരീസിൽ നിന്ന് സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കണം. ഇതൊക്കെ എവിടുന്നോട്ടിച്ചാ? പാറച്ചിട്ട് കിടണല്ലത്. ഇതൊന്നോട്ടിച്ചാ? ഒരാളെ ബോഡി ലൈറ്റ് ഫുള്ളൂരാ ചേ അടിക്കണ ഭാഗങ്ങളൊക്കെ ഒക്കെ ലൈറ്റ് ഊരി കൊടുക്കണ്ട് വേണം. ചെക്ക മെഷീൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ ഇങ്ങനെ ഓരോന്ന് ഊരി കൊടുക്കും. ഇവിടെ പോലെ സ്റ്റിക്കറും വരച്ച
ആർക്കും റെസ്റ്റ് ഇല്ല, എല്ലാവരും പണിയില്ല. പക്ഷെ എപ്പോഴും ഇർഫാൻ എത്തിയിട്ടില്ല. രാവിലെ ഞാൻ നേരത്തെ വരാം, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ബാക്കി എല്ലാവരും എത്തി. ഉറങ്ങാണല്ലേ? സമയം 11 മണിയായി, ഇപ്പോഴും ഉറങ്ങാത്രേ. അങ്ങനെ പണി പൗതിയാക്കി കിട്ടിയുണ്ട്. നമ്മൾ പിന്നെ വന്ന് നേരെ അപ്പുറത്ത് തന്നെ അല്ല മുന്തിരിന്റെ സോഡ അല്ലേ? എന്താ നാലാമത്തെ ക്ലാസ് ചിക്കു ഉണ്ടല്ലേ? ഇവിടെ 4 കുടിച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്താ വണ്ടി അവിടെ ഇട്ടാണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. അവിടെ പണിയെടുക്കുമ്പോ ഇവിടെ ഒരാള് ഫോണമ്മ കളിച്ച് കിടക്കണുണ്ടല്ലേ? മറ്റേ ഉള്ളില് ഭയങ്കര പണിയില്ല. ആർമാർത്തല്ല പണിക്കാരല്ലേ ചിക്കു? അതാണ് ഫുൾ പണിയിലാണ് അവിടെ. ഈ കിടക്കണ വണ്ടിയൊക്കെ ഇവിടെ ടെസ്റ്റിന് വന്നാണ്. നമ്മളവിടെ നല്ല വെയിലായതുകൊണ്ട് വണ്ടി എടുത്ത് നേരെ ഇപ്പുറത്തേക്ക് ഇടാണ്, ഈ കള്ളത്തേക്ക് ഇടാണ്. വണ്ടി എടുക്കാണ്. റോട്ടിന്റെ അപ്പുറത്തുനിന്ന് വണ്ടി എടുത്ത് നേരതാ നമ്മളെ ചെക്കൻ പണി സാധനം കൊണ്ടാ പോണം. നേരെ ഇനി അങ്ങോട്ട് ഇടണം, ഈ സ്പോട്ടിക്ക്. ഏതാ പോക്ക്? കാറ് കൊണ്ടുപോകണം, അതിലെ ചെക്കൻ കൊണ്ടുപോണേ. അങ്ങനെ അവിടുന്ന് എടുത്താണ്ട് നേരെ അപ്പുറത്തേക്ക് ഇട്ട് ഇനി തള്ളത്ത് നിന്നാണ്ട് പണിയെടുക്കുക അല്ലേ? ഇനി തള്ളത്ത് നിന്ന് പണിയെടുക്കുക അല്ലേ? വെയില ഭയങ്കര വെയിലാണ്. ചിക്കുന് പിന്നെ സൺസ്ക്രീം ഇടാത്തോണ്ട് ഇന്ന് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല. ഇറങ്ങണം അല്ലെ ചിക്കോ? സൺസ്ക്രീം ഇടാത്തോണ്ട് ഇന്ന് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ നെക്സ്റ്റ് പരിപാടി തുടങ്ങി അല്ലേ? സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളക്കി കഴിഞ്ഞ് ഇനിതാ പുട്ടിയിടാണ്. ഇതുണ്ടല്ലേ, നമ്മൾ ഈ വീലാർച്ചിന്റെ സൈഡുകളൊക്കെ പുട്ടിട്ട് സംഗതി ഷെയ്പ്പാക്കാണ്. അവിടെ ഒരു അടച്ചുണ്ടായില്ലേ? ഞാൻ അവിടെ പുട്ടിടാണ്ട് ബാക്കിൽ ഇതൊക്കെ ഇവിടെ ഈ കണ്ണൊക്കെ പുട്ടിടാനാണ്. പുട്ടിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷെഡ് കയറ്റിട്ട് പെയിന്റ് അടിക്കാൻ. എവിടെ വണ്ടി ഇടാൻ നമുക്ക് പറ്റണില്ല. നമ്മൾ ആർട്ടിയോന്റെ ലൈൻ ഇവിടെ എത്തി. ഇനി നമ്മളിവിടെ ഇട്ടതിനാ ചിലപ്പോ ഇതും ടെസ്റ്റ് അടിച്ച് പോകും. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്ത് നേരെ അപ്പുറത്തേക്ക് ഇട്ടാണ്. കണ്ടില്ലേ? ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഇവിടെ ലാസ്റ്റ് എത്തി. ഇനി ഇത് ഇവിടെ അങ്ങനെ കിടക്കണുണ്ടെങ്കിൽ ചിലപ്പോ ഇതും ബ്രേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെല്ലം എടുത്തോണ്ട് ഷെഡ് ഇറക്കിയിടാണ്. നേരെ അങ്ങോട്ട് ഇറക്കിടാം. നമ്മളെ വണ്ടി എടുത്ത് ഇവിടുന്ന് നേരെ ഇനി ഷെഡ് ഇറക്കിയിടാണ്. ഇവിടെ നമ്മളെ പെയിന്റിംഗ് ബൂത്ത് വരുന്നത്. അവിടെ ഞെട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ കണ്ടില്ലേ, ഇതൊക്കെ ടെസ്റ്റിന്, ആർടിഒന്റെ ടെസ്റ്റിന് ബ്രേക്ക് എടുക്കാൻ വന്ന വണ്ടികളാണിത്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിന്റെ ബാക്കിൽ നമ്മൾ കടന്നില്ല. അപ്പൊ ഇനി അവിടെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ വണ്ടിയും ബ്രേക്ക് എടുക്കും, ആർടിഒ വരും. അപ്പൊ ഇനി നേരെ നമ്മൾ ഷെഡ് ഇറക്കണം. എന്നാ പിന്നെ ആ ഒരു പ്രശ്നം വരൂല. എന്താ ഷെഡിൽ ഇറക്കിയിട്ട് എന്നിങ്ങനെ കറക്റ്റാണ് അവിടെ. അതായത് പുതിയ വന്ന പെയിന്റിംഗ് ബൂത്താണിത്. ബിസ്മി നമ്മളെ നിലമ്പൂരിന്ന് അകമ്പാട റോട്ടിലാണിത്. റോട്ടിന് കയറി നമ്മളെ പാലത്തിന്റെ മുന്നാണ് ഇവിടെ ഈ പെയിന്റിംഗ് ബൂത്ത് വരുന്നത്. ഇവിടെ ഈ പെയിന്റിംഗ് ബൂത്ത് വന്നിട്ട് ഫസ്റ്റ് വലിയ വണ്ടിയാണ് ഈ പെയിന്റ് അടിക്കണത്. അതും പാരീസിന്റെ വണ്ടിയാണ് ഇവിടെ ഫസ്റ്റ് വലിയ വണ്ടി. ഇല്ലടാ, ഇവിടെ ഫസ്റ്റ് വലിയ വണ്ടി അല്ലേ ഇത് കയറണേ? ഫസ്റ്റ് വലിയ വണ്ടി. ചിക്കോ വണ്ടിന്ന് കിട്ടൂല, നാളെ കിട്ടുക. അപ്പൊ നമുക്ക് വരി പോവല്ലേ? പോവാ. അപ്പൊ നാളെ നമ്മൾ വരുമ്പോഴേക്കും ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ച് അല്ലേ തളങ്ങും. ഇവിടെ ആരും നിക്കണില്ല, ഒക്കെ പോവാ. ഒക്കെ നോക്കിക്കോളാം. അടുത്ത് നമ്മളെ ചെക്കനെടുത്തു. അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി ഇട്ട് പോവാണ് അല്ലേ? വണ്ടി നമ്മൾ നാളെ വന്ന് കൊണ്ടുവരും. ബൈ ബൈ, നാളെ വരാം. നമ്മളെ കാറ് നമ്മൾ നേരെ പെരി പോവാണ്. അപ്പൊ ഇനി ഏതായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തൊപ്പം കൂടി സബ്സ്ക്രൈബ് ചെയ്യും. അതന്നെ അടിച്ചങ്ങോട്ട് പൊട്ടിച്ച്. അതല്ല വണ്ടിയെ കിടക്കണേ.
ചെക്കൻ അവിടെ ഇട്ടിട്ട് നമ്മളിഞ്ഞ് പോവാണ്.